അവർ വിശ്വസിച്ചു. 1962 ജൂൺ 11 രാത്രി അപ്രതീക്ഷിതമായി അൽക്കാട്രാസിൽ വൈദ്യുതി തടസ്സം നേരിട്ടത് അവർക്കൊരു അനുഗ്രഹമായി. 3 പേരും തങ്ങളുടെ സെല്ലുകൾ തുരന്ന് യൂട്ടിലിറ്റി ഇടനാഴി വഴി മുകളിലെത്തി. അവിടെ നിന്ന് റൂഫ് വഴി അവർ ജയിലിന്റെ പുറത്തേക്കെത്തി. അവിടേക്കുള്ള യാത്ര പോലും മരണത്തെ മുഖാമുഖം കണ്ടുള്ളതായിരുന്നു. കടലിന്റെ തണുപ്പും ശക്തമായ ഒഴുക്കും കൂറ്റൻ തിരമാലകളും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മാസങ്ങളായി അവർ ജയിലിൽ നിന്ന് ശേഖരിച്ച മഴക്കോട്ടുകൾ, റബ്ബർ ബാൻഡുകൾ, മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഒരു താൽക്കാലിക ലൈഫ് റാഫ്റ്റ് നിർമ്മിച്ചിരുന്നു. റൂഫിൽ നിന്ന് പൈപ്പിലൂടെ താഴെ ഇറങ്ങി അവർ കടൽ തീരത്തെത്തി. അവിടെ വെച്ച് റാഫ്റ്റ് ഒരുമിച്ച് കൂട്ടി അതിൽ കയറി ഇരുട്ടിന്റെ മറവിൽ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലേക്ക് തുഴഞ്ഞു നീങ്ങി. അൽക്കാട്രാസിന്റെ മതിലുകൾക്കുള്ളിൽ ജീവിക്കുന്നതിലും നല്ലത് മരണമാണെന്ന് അവർ വിശ്വസിച്ചിരിക്കാം. പിറ്റേന്ന് രാവിലെയാണ് രക്ഷപ്പെടൽ അറിഞ്ഞത്. ജയിൽ അധികൃതരും FBI-യും ഞെട്ടിപ്പോയി. അൽക്കാട്രാസ് ജയിലിന്റെ